الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 228-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരായത്താണിത്. വൽ മുത്തല്ലഖാത്ത് വിവാഹമോചിതയായ സ്ത്രീ അവരുടെ സ്വന്തം ദേഹങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കണം. 3 ശുദ്ധികാലം, 3 ആർത്തവ ശുദ്ധികാലം അവർ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇദ്ദയിരിക്കണം. വലാ യഹില്ലു ലഹുന്ന അവർക്ക് അനുവദനീയമാകുകയില്ല അയ്യത്തുന്ന മറച്ചു വെക്കുക എന്നുള്ളത്. മാ ഖലഖല്ലാഹു അല്ലാഹു സൃഷ്ടിച്ചതിന് ഫീ അർഹാമിഹിന്ന അവരുടെ ഗർഭപാത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അവൾ ഗർഭിണിയാണെങ്കിൽ അതിനെ എന്തെങ്കിലും തരത്തിൽ മറച്ചു വെക്കാൻ അവർക്ക് ഒരു അവകാശവുമില്ല. അത് വെളിവാക്കുക തന്നെ ചെയ്യണം എന്നാണ് അല്ലാഹു പറയുന്നത്. ഇൻ കുന്ന യുമിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസിനിയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വബൂലതുഹുന്ന അവളുടെ ഭർത്താവിന് അഹഖു ബിറദ്ദിഹിന്ന ആ ത്വലാഖ് റദ്ദ് ചെയ്യാൻ അതിനെ ക്യാൻസൽ ചെയ്യാൻ അങ്ങനെ അവളെ മടക്കിയെടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവനാണ് ഫീദാലിക ആ ത്വലാഖിൽ. ഇൻ അറാദു ഇസ്ലാഹൻ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ വല്ല ദുഷ്ടലാഖോടുകൂടിയല്ല, നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഇനി നല്ല നിലക്ക് മുൻപോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ത്വലാഖിനെ റദ്ദു ചെയ്തുകൊണ്ട് അവളെ മടക്കിയെടുക്കാൻ അവളുടെ ഭർത്താവിന് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. വലഹുന്ന അവൾക്കുണ്ട്, ആ സ്ത്രീക്കുണ്ട്, മിസ്ലുല്ലദി അലൈഹിന്ന അവളുടെ മേലുള്ളത് പോലോത്തത് എന്ന് പറഞ്ഞാൽ അവൾക്ക് അവളുടെ ഭർത്താവിനോടുള്ള അവകാശം പോലെ തന്നെ അവളുടെ ഭർത്താവിനും അവളോട് കൃത്യമായ അവകാശങ്ങൾ ഉണ്ട്. അവളുടെ ഭർത്താവും അവൾക്കുള്ള എല്ലാ തരത്തിൽ അവകാശങ്ങളും വകവച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ബിൽ മഅറൂഫി സദാചാര മര്യാദ പ്രകാരം. വലിരിജാലി പുരുഷന്മാർക്കുണ്ട്, അലൈഹിന്ന അവളുടെ മേൽ ദറജത്തൻ ഒരു പദവിയുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു അസീസുൻ ഹകീം അല്ലാഹു പ്രതാപശാലിയും ഹകീമുൻ സർവജ്ഞനുമാകുന്നു, അല്ലാഹു അഗാധജ്ഞനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഇത്രയുമാണ് ഈ തലാഖുമായി ബന്ധപ്പെട്ട് ചെറിയ രൂപത്തിൽ വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.